കേരള പോലീസിനെ നിയന്ത്രിക്കാൻ തക്കവണ്ണമുള്ള ശക്തി ആർജിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകനായിട്ടാണോ താങ്കൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? അല്ലെന്നേ, ഞങ്ങൾ കുറേ കാലമായിട്ട് പറയുന്നതാണല്ലോ, ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് അമ്പേ പരാജയമാണെന്ന്. എങ്കിലും ആ പരാജയം മുഴുവൻ മൂടി വെക്കാൻ സഹായിക്കുന്നത് ഘടകകക്ഷികളും കോൺഗ്രസും ഒക്കെയാണ്. കാരണം ഈ പിണറായി വിജയനെ അധികം ശല്യം ചെയ്യരുത്, ഇന്ത്യ മുന്നണിക്കാരനാണെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണോന്ന് അറിയില്ല. ഇവർക്ക് ഒരു സേഫ്റ്റി വാൽവ് മെഷറാണ് ഇവരിൻ്റെ അകത്ത് കാണുന്നത്, ഒരു രീതിയാണ് ഇവരിൻ്റെ അകത്ത് കാണുന്നത്. അതുപോലെ സി പി ബിനോയ് വിശ്വമൊക്കെ അങ്ങ് വാതോരാതെ അങ്ങ് നിലപാടെടുക്കുകയാണ്. ഈ നിലപാടെടുക്കുന്നവർ പറയേണ്ടത് ഈ ആഭ്യന്തര വകുപ്പാണ് പരാജയം, ഈ മന്ത്രിസഭയാണ് പരാജയം, പിണറായി വിജയനാണ് പരാജയം, ആഭ്യന്തര മന്ത്രിയാണ് പരാജയം, രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. അത് മിണ്ടുന്നില്ല. അതിന് പകരം സേഫ്റ്റി വാൽവാണ് ADGP പി ശശി എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പറയുക. അതായത് അകത്തെ ആളും പറയുക, പുറത്തെ ആളും പറയുക. ഇവരെല്ലാം പറയുക. എന്നിട്ട് കോൺഗ്രസ് ചെയ്യുന്നതോ VD സതീഷിനെ പോലുള്ളവർ പറയുന്നത് ആ മുരളീധരനെ പിന്നെയും പറ്റിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂരം കലങ്ങിയത് കൊണ്ടാണ് മുരളീധര അങ്ങ് തോറ്റതെന്ന്. പ്രതാപൻ്റെ മണ്ഡലത്തിൽ വരെ ഞങ്ങൾക്ക് ഗംഭീര ഭൂരിപക്ഷമാണ്. അവിടെയൊക്കെ എങ്ങനെയാണ് വോട്ട് കിട്ടിയത് എന്നുള്ളതും ഓരോ മണ്ഡലത്തിലും വോട്ട് കിട്ടിയതും എന്നൊക്കെ ഇങ്ങനെ മുരളീധരൻ ഇതൊക്കെ മനസ്സിലാവും. മുരളീധരൻ എന്ന് പറയുന്ന ആൾക്ക് ഇതൊക്കെ മനസ്സിലാവും. പക്ഷേ അദ്ദേഹത്തെ കൂടി വീണ്ടും പറ്റിക്കാൻ ശ്രമിക്കുകയാണ്. RSS വന്നു, കണ്ടു, RSSകാരെ കണ്ടു, അതുകൊണ്ടാണ് വരുന്നതെന്ന്. ഞങ്ങൾ ആരെങ്കിലും മാറ്റിവെക്കാൻ പറയുന്നുണ്ടോ? നിങ്ങൾ നടപടി എടുക്കുന്നേ. നിങ്ങൾ ആഭ്യന്തര വകുപ്പ് പരാജയമാണെന്നുള്ള തെളിവല്ല. ഗുണ്ടകൾ പാർട്ടി നടത്തുമ്പോൾ അതിൻ്റെ അകത്ത് പോലീസ് അന്വേഷിക്കാൻ വരുമ്പോൾ DYSP ഓടി കക്കൂസി കയറിയിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ്. ഇവിടുത്തെ ഗുണ്ടകളെ കൈ വെട്ടിയിട്ട് ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ഇടുകയാണ്, സ്വർണം പൊട്ടിക്കുകയാണ്. കണ്ണൂരിൽ നിന്നുള്ള CPM ഗുണ്ടകൾ വന്ന് സ്വർണം പൊട്ടിക്കുകയാണ്, കൊലപാതകം നടത്തുകയാണ്. ADGP തോന്നിവാസം കാണിക്കുകയാണ്. ഇതെല്ലാം ആരാ പറയുന്നത്? ഞങ്ങളാണോ? ഭരണകക്ഷിയിൽപ്പെട്ട MLA പറയുകയാണ്. എന്നിട്ടും ഭരണകക്ഷിയിൽപ്പെട്ട ആൾ പറയുകയാണ് ADGPയുടെ തോന്നിയാസങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങൾ പെടുമെന്ന പ്രശ്നം കൂടിയുണ്ട്. അദ്ദേഹം RSSന്റെ സംഘടനാ തലത്തിലെ രണ്ടാമൻ സർക്കാര്യവാഹ. തൃശ്ശൂർ വരുമ്പോൾ പോയി കാണുകയാണ്, 1 മണിക്കൂർ സംസാരിക്കുകയാണ്. ഇവിടുത്തെ സമ്പർക്ക് പ്രമുഖ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. രാം മാധവ് കോവളത്ത് വരുമ്പോൾ അദ്ദേഹവും മറ്റു ചില ആളുകളും ചെന്ന് രാം മാധവുമായി ചർച്ച നടത്തുകയാണ്. അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ എടുക്കുകയാണോ അതോ ഇവിടുത്തെ കാര്യം ബ്രീഫ് ചെയ്യാണോ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ഈ അന്തർധാര വളരെ സജീവമാണ്. അതിലെന്താ കുഴപ്പം? ദത്താജി ഇവിടെ വരുന്നു, ദത്താജി ആളുകൾ കാണാൻ പോകുന്നു, ധാരാളം ആളുകൾ കാണാൻ പോകുന്നു. അതിനെന്താ പ്രശ്നം? ഈ VD സതീശൻ RSSന്റെ പരിപാടി പങ്കെടുത്തിട്ടില്ലേ? VD സതീശൻ RSSന്റെ പരിപാടിയിൽ പങ്കെടുത്ത പോലെയാണോ സംസ്ഥാനത്ത് മുഖ്യമന്ത്രി വിശ്വസിച്ച് ലോ ആൻഡ് ഓർഡർ ഏൽപ്പിച്ചിരിക്കുന്നത്? ഭരണയന്ത്രം വിവരങ്ങൾ അറിയണ്ടേ? അതൊരു ഒഫീഷ്യൽ അസൈൻമെന്റ് ആയിരുന്നോ, പേഴ്സണൽ അസൈൻമെന്റ് ആയിരുന്നോ, വെറും കൂടിക്കാഴ്ചയായിരുന്നോ? മുഖ്യമന്ത്രി എന്തെങ്കിലും ദൗത്യം ഏൽപ്പിച്ചതാണോ? മുഖ്യമന്ത്രിയുടെ വലം കൈയാണ്. എന്താണെന്ന് ഇത് പരസ്യമായിട്ടല്ല, രഹസ്യ കൂടിക്കാഴ്ചയാണ്. ഒരു യോഗം പൊതുസമ്മേളനം വിളിച്ച് അതിൽ പങ്കെടുക്കുന്നത് പോലെ അല്ലല്ലോ ഒരു രഹസ്യ കൂടിക്കാഴ്ച. അത് വേറൊന്നാണ്. അപ്പൊ എന്തായിരുന്നു ദൗത്യം? എന്താണ് ഈ അന്തർധാര? എന്താണ്? അതാണല്ലോ ഞാൻ ചോദിച്ചത്. അങ്ങോട്ട് എന്തെങ്കിലും ബ്രീഫ് ചെയ്യാനാണോ, അവിടെ നിന്ന് എന്തെങ്കിലും ഓർഡർ സ്വീകരിക്കാനാണോ? ഇതൊന്നും കേരളത്തിന് അറിയില്ല. അത് എന്താണെന്ന് ഘടകകക്ഷികൾ പോയി മുന്നണി യോഗത്തിൽ ചോദിക്കുകയാണ്. മുഖ്യമന്ത്രി അതൊന്നും പറ്റില്ല എന്ന് പറയുന്നു. അതോടെ ആ പ്രശ്നം തീരുന്നു. ഇതെന്താണ് ഇവിടെ നടക്കുന്നത്? അതൊക്കെ പോയി കണ്ട ആളോട് ചോദിക്കും. ഞങ്ങളോട് ചോദിച്ചിട്ടുന്ന കാര്യം ഞങ്ങൾ എന്തിനൊക്കെ പറയുന്നത്? MR അജിത് കുമാർ ആരെ കണ്ടു? ദത്താത്രേയ ഹൊസബലയെ കണ്ടു, റാം മാധവനെ കണ്ടു. പക്ഷേ ജിജി ജോസഫിന്റെ ഒക്കെ മുകളിൽ ഇരിക്കുന്ന വലിയ നേതാക്കളെയാണ് കാണുന്നത്. RSSന്റെ സർക്കാര്യവാഹം എന്ന് പറഞ്ഞാൽ RSSന്റെ രണ്ടാമനാണ്. മോഹൻജി ഭാഗവത് കഴിഞ്ഞാൽ അടുത്ത ആള് ദത്താത്രേയ ഹൊസബലയാണ്. അത്രയും വലിയ നേതാവിനെയാണ് പോയി കൂടിക്കാഴ്ച നടത്തുന്നത്. അപ്പൊ അതിന് ആ കൂടിക്കാഴ്ച എന്തിനായിരുന്നു? അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ദൗത്യമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചാൽ അത് വലിയ വിഷയമല്ലേ? അങ്ങനെ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി ഖണ്ഡിതമായി അത് പറയണം. അദ്ദേഹം RSSനെ 1970 തോപ്പിച്ചതിന്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ എന്ത് നടന്നു, 2023 എന്ത് നടന്നു എന്ന് പറയേണ്ട മുഖ്യമന്ത്രി അത് പറഞ്ഞിട്ടുമില്ല. ഞങ്ങൾക്ക് ഏതായാലും ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട്. സാധാരണ കുറേ കാലം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങളുടെ വോട്ട് വിറ്റു, ഞങ്ങളുടെ വോട്ട് മറിച്ചു എന്നുള്ള ആരോപണമായിരുന്നു. ഇപ്പോൾ ഏതായാലും 2 മുന്നണികളും ഞങ്ങളുടെ വോട്ട് എവിടെയാണ് പോയെന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് അതിന് പൂരം വെച്ച് കെട്ടുന്നു, ദത്താജിയെ കണ്ടത് വേണ്ടി സംസാരിക്കുന്നു. ഇതൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിക്കാം, അവിടുന്ന് കിട്ടണം എന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ADGPയോട് ചോദിക്കും.